ഹായ് നമസ്കാരം. എൻ്റെ പേര് ജിബിൻ. ഞാൻ സന്ദീപിൻ്റെ സുഹൃത്താണ്. കുഞ്ഞിലെ തൊട്ട് അവൻ്റെ കളിക്കൂട്ടുകാരനാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങളവനെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഇവന് പറ്റിയത് കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി പന്തളം കൊരമ്പാല വെച്ചിട്ട് KSRTC ബസ്സായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. നല്ലൊരു ഗുരുതരാവസ്ഥയിലായിരുന്നു ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ. നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ ആയിരുന്നു ഡോക്ടർമാരുടെ സംസാരം. എന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവന് മെയിനായിട്ട് പറ്റിയത് അവന് ഹെഡ് ഇഞ്ചറി ആയിരുന്നു. തലച്ചോറിനേറ്റ പ്രശ്നമാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകാൻ കാരണം. ഉടനെ തന്നെ സർജറിയിലേക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യുകയും അങ്ങനെ തുടർന്ന് കുറച്ച് നാൾ ICUലേക്ക് മാറ്റുകയും ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 40-42 ദിവസത്തോളം ഞങ്ങൾ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഞങ്ങൾ കണ്ണനോടൊപ്പം അവനവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരവും നമ്മുടെ ഫാമിലിയുടെ ഒരു നിർദ്ദേശപ്രകാരവും നമ്മൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ തുടർന്നുള്ള ചികിത്സ. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അവനെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള അവൻ്റെ കെയറിങ് എങ്ങനെയായിരിക്കും, ഇല്ലെങ്കിൽ ഹോം കെയർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ആർഡൻ എന്ന് പറയുന്ന ഈ പത്തനംതിട്ടയുള്ള ഈ സ്ഥാനത്തെ പറ്റി നമ്മൾ അറിയുന്നത്. അതിനെപ്പറ്റി അറിഞ്ഞു. നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തിരക്കി നമ്മളവരെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മളോട് എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും, എന്തൊക്കെ ഡീറ്റെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം അവർ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു. അതേ തുടർന്ന് നമ്മൾ ഫാമിലിയായിട്ടെല്ലാം സംസാരിച്ച് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊണ്ടുവരുന്ന ദിവസം മുതൽ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ അവരോട് അറിയിക്കുകയും അങ്ങനെ അവരുമായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് ലിജോ സാറിനോടെല്ലാം സംസാരിച്ച് ഉടനെ തന്നെ നമ്മൾ ഈ ഓഫീസായിട്ട് ബന്ധപ്പെട്ടു. നമ്മളങ്ങനെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഒരു താല്പര്യപ്രകാരം നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ 14 അടുപ്പിച്ച് നമ്മൾ കൊണ്ടുവരാനായിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ 2 ദിവസം മുമ്പ് തന്നെ മറിയമ്മ സിസ്റ്റർ ഞങ്ങൾ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടോ എന്നറിയത്തില്ല. മറിയമ്മ സിസ്റ്ററെയാണ് ഞങ്ങൾക്ക് വേണ്ടി അവർ നിയോഗിച്ചത്. മറിയമ്മ സിസ്റ്ററിൻ്റെ മോനെ പോലെ തന്നെ തുടക്കം മുതൽ തന്നെ ഞാൻ സിസ്റ്റർ നല്ല വിളിക്കും, ഞാൻ ആൻറ്റി വിളിക്കുന്നത് കേട്ടോ. അപ്പം ആൻറ്റിയുടെ ഒരു മോനെ പോലെ തന്നെ അവനെ ഏറ്റെടുത്തു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് നമുക്ക് ഒരു കാര്യം അന്വേഷിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ കൂളായിട്ട് തന്നെ ഈ ഒരു സമയം വരെ ഇന്നത്തെ ഈ ഒരു സമയം വരെ ഇവൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സമയം വരെ ഞങ്ങൾ ആൻറ്റിയോട് അപ്രോച്ച് ചെയ്തു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ആൻറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തു. വലിയൊരു അതിശയം, അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേഷ്യൻ്റ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തുനിന്ന് വിസിറ്റേഴ്സിനൊന്നും അലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ ആൻറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതെല്ലാം നോക്കിയും കണ്ടും ആൾക്കാരെ ആരെയും അടുപ്പിക്കാതെ അവനെ എത്രയും ഏത് ലെവൽ എത്ര ഹൈ ലെവലിൽ കെയർ ചെയ്യാവോ ആ ലെവലിൽ അവനെ കെയർ ചെയ്തു. ആൻറ്റിയുടെ ഉറക്കം പല ദിവസവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് എൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ എല്ലാം അവനെ വന്ന് കാണുമ്പോൾ ആൻറ്റി അവൻ്റെ കൂടെയാണ്. ആൻറ്റിയുടെ സർവീസ് എടുത്ത് പറയാൻ ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. നമുക്ക് ഇവിടെ വന്ന് ഒരു മറ്റുള്ള ഒരു സ്റ്റാഫിനെ പോലെ അല്ല ഞങ്ങൾക്ക് തോന്നിയത്. നമ്മുടെ ഈ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ ആൻറ്റി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞു. നല്ല രീതിയിൽ കണ്ണനെ നോക്കി. അവൻ്റെ ഇപ്പം എന്താ പറയുക, അവൻ നല്ല രീതിയിൽ അവൻ ഇമ്പ്രൂവ് ആയി. അവന് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ട് അവൻ്റെ അവസ്ഥ, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവനെ പിടിച്ച് നടത്തിപ്പിക്കാൻ തുടങ്ങി. എന്താ പറയണ്ടേ, ഈ ഒരു ട്രക്കോസ്റ്റോമിക്ക് ഈ ഒരു ട്യൂബ് കിടക്കുമ്പോഴെല്ലാം മറ്റുള്ളവർക്ക് കാണുമ്പോഴെല്ലാം ഒരു പ്രയാസമായിരുന്നു. എന്നാൽ അത് എടുത്ത് മാറ്റേണ്ടി വന്നു, ഇല്ലെങ്കിൽ റൈസ് ട്യൂബ് മാറ്റേണ്ടി വന്നു, ഇല്ലെങ്കിൽ ട്രക്കോസ്റ്റോമിക്ക് ട്യൂബ് മാറ്റേണ്ടി വന്നു എന്ന് പറയുന്നതിൽ ആൻറ്റിയുടെ ഒരു സർവീസും കെയറിങ്ങും അതൊരു ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾക്ക് നന്ദി പറയേണ്ടത് കമ്പനിയോട് മാത്രമല്ല, ദൈവത്തോടും ആൻറ്റിയോടും തന്നെയാണ്. ആൻറ്റി ഇവിടെയുള്ള അമ്മ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ആൻറ്റിയുടെ മോനെ നോക്കുന്ന പോലെ ഞങ്ങളുടെ കണ്ണനെ നോക്കി. അതിന് കമ്പനിയോട് ഒരുപാട് നന്ദിയുണ്ട്.